Welcome to Garam Masala, the magic spices of cooking. ചേമ്പ് അസ്ത്രം. ഇന്ന് നമുക്ക് ചേമ്പ് അസ്ത്രം തയ്യാറാക്കാം. ഇത് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായി 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചേമ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് തേങ്ങ, 3 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചേമ്പും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അടിച്ചെടുത്തിട്ടുള്ള തൈരാണിത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അടുത്തതായി നമുക്കിതിലോട്ട് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ച ഈ വറവിനെ നമുക്ക് ചേമ്പ് അസ്ത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പ് അസ്ത്രം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.